നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാട്ടുകുളം സ്വദേശി പുളിയത്ത് വീട്ടിൽ ഗോപാലകൃഷ്ണൻ, പൊങ്ങണംകാട് സ്വദേശി കൈപ്പുള്ളി വീട്ടിൽ ജയൻ എന്നിവരാണ് അറസ്റ്റിലായത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾ ശോചനീയാവസ്ഥയിലാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ സമരം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ. LDF ഭരണസമിതി അധികാരത്തിൽ വന്നതിനുശേഷം പഞ്ചായത്തിൽ 30 അങ്കണവാടികൾക്ക് സ്ഥലവും കെട്ടിടവും ഉണ്ടായെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. പുനേർകുളം പഞ്ചായത്തിലെ 11ഓളം സ്ലൂയിസുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൃഷിയിടങ്ങളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നതിന് അറുതിയാകുമെന്ന ആശ്വാസത്തിൽ നാട്ടുകാർ. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാറുകളും ജീപ്പും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ഞായറാഴ്ച 2:30 പാത്രമംഗലം റോഡിലായിരുന്നു അപകടം. വാർത്തകൾ വിശദമായി. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാട്ടുകുളം സ്വദേശി പുളിയത്ത് വീട്ടിൽ 46 വയസ്സുള്ള ഗോപാലകൃഷ്ണൻ, പൊങ്ങണംകാട് സ്വദേശി കൈപ്പുള്ളി വീട്ടിൽ 52 വയസ്സുള്ള ജയൻ എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വേലൂർ കുറുമാൽ സ്വദേശി ചിറ്റിലപ്പള്ളി വീട്ടിൽ 50 വയസ്സുള്ള ജെയ്സനെയാണ് പ്രതികൾ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 3:30 സംഭവം. കേച്ചേരി തൂവാനൂരിലെ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ജെയ്സന്റെ സ്ഥാപനത്തിന് മുൻപിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഇതേ കെട്ടിടത്തിലെ മുകളിലത്തെ നിലയിലെ താമസക്കാരനായ 1-ാം പ്രതി ജയന്റെ വാഹനത്തിന് മാർഗതടസ്സമുണ്ടാക്കുന്നു എന്നാരോപിച്ച് ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച 1-ാം പ്രതി കയ്യിൽ കരുതിയ ബ്ലേഡ് ഉപയോഗിച്ച് ജെയ്സന്റെ കഴുത്തിലും നെഞ്ചിലും പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ജെയ്സൺ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. CCTV ന്യൂസ് കുന്നംകുളം. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾ ശോചനീയാവസ്ഥയിലാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ സമരം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. LDF ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പഞ്ചായത്തിൽ 30 അങ്കണവാടികൾക്ക് സ്ഥലവും കെട്ടിടവും ഉണ്ടായതെന്ന് പ്രസിഡന്റ് അറിയിച്ചു. MLA ഫണ്ട്, ത്രിതല പഞ്ചായത്ത് ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തി 3 അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഏക സ്മാർട്ട് അങ്കണവാടി പ്രവർത്തിക്കുന്നതും കടങ്ങോട് പഞ്ചായത്തിലാണ്. 33 വർഷം കോൺഗ്രസ് അധികാരത്തിലിരുന്നെങ്കിലും അങ്കണവാടികൾക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നടത്തിയില്ല. 25 വർഷമായി വൈദ്യുതിയില്ലാതെ പ്രവർത്തിച്ചിരുന്ന ചിറ്റിലങ്ങാട് അങ്കണവാടി ഈ ഭരണസമിതിയുടെ കാലത്ത് സമ്പൂർണ്ണ സോളാർ വൈദ്യുതീകരണം നടത്തി. 30 അങ്കണവാടികളിൽ 3 അങ്കണവാടികൾ മാത്രമാണ് താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. വാർഡ് 4-ലെ മില്ല് സെന്റർ അങ്കണവാടി കാലപ്പഴക്കം മൂലം പൊളിച്ചു പണിയാൻ തീരുമാനിക്കുകയും AC മൊയ്തീൻ MLA 20 ലക്ഷം രൂപ അനുവദിക്കുകയും അങ്കണവാടി നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർഡ് 3-ലെ ഒടുവൻകുന്ന് അങ്കണവാടി മണ്ണിടിച്ചിൽ കാരണം താൽക്കാലികമായി പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റുകയും മണ്ണിടിയുന്ന സ്ഥലത്ത് മതിലുപണി ആരംഭിക്കുകയും ചെയ്തു. പഞ്ചായത്തും വാർഡും കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകുന്ന കാലത്ത് നിർമ്മിച്ച ചിറമനേങ്ങാട് 102 നമ്പർ അങ്കണവാടി ടോയ്ലറ്റ് പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ 15 വർഷം പ്രവർത്തിച്ചത്. ഈ ഭരണസമിതിയാണ് ടോയ്ലറ്റ് നിർമ്മിച്ചു നൽകിയത്. അങ്കണവാടി കെട്ടിടത്തിന്റെ മതിൽ തകർന്നതുമൂലം വെള്ളം അകത്തേക്ക് തെറിക്കുന്നതിനാൽ താൽക്കാലികമായി വാടക കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിക്കുന്നു. ഈ 2 അങ്കണവാടികളുടെയും ഉടമസ്ഥരുമായി കരാറിൽ ഒപ്പുവെച്ചത് പ്രകാരം ഏപ്രിൽ മാസം വരെയുള്ള വാടക ശിശുക്ഷേമ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇത് മറച്ചുവെച്ചാണ് 10 മാസത്തെ വാടക കുടിശ്ശിക എന്ന് കോൺഗ്രസ് കള്ളപ്രചരണം നടത്തുന്നത്.
2023-24 സാമ്പത്തിക വർഷം അങ്കണവാടികളുടെ മതിൽ നിർമ്മാണത്തിന് പഞ്ചായത്ത് 15 ലക്ഷം ഫണ്ട് അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ തെറ്റായ പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും മീന സാജൻ പറഞ്ഞു. CCTV ന്യൂസ് എരുമപ്പെട്ടി. കാട്ടകമ്പൽ പഞ്ചായത്തിലെ പഴഞ്ഞി അരുവായി കുഞ്ഞുകുളത്തിന് സമീപം പുതുതായി നിർമ്മിച്ച നടപ്പാതയുടെ കോൺക്രീറ്റ് കട്ട ഇടിഞ്ഞു താഴ്ന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കുളത്തിന് സമീപം നടപ്പാത നിർമ്മിച്ചത്. എന്നാൽ വർഷം 1 കഴിയുമ്പോഴേക്കും കോൺക്രീറ്റ് കട്ട ഇടിഞ്ഞു താഴുകയായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10.65 ലക്ഷം രൂപ ചെലവിട്ടാണ് കുളത്തിന് സമീപം നടപ്പാത നിർമ്മിച്ചത്. കുളത്തിന്റെ കൽപ്പടവുകൾ നവീകരിക്കാത്തതിനെതിരെ പരാതി ഉയർന്നിരുന്നു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പൊതുകുളമായ അരുവായി കുഞ്ഞുകുളം കേന്ദ്രീകരിച്ച് നീന്തൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പുന്നേർകുളം പഞ്ചായത്തിലെ 11ഓളം സ്ലൂയിസുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 2019 അനുമതിയായ പദ്ധതിയാണ് 5ാം വർഷത്തിൽ പൂർത്തിയാകുന്നത്. സ്ലൂയിസുകളുടെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ കൃഷിയിടങ്ങളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നതിന് അറുതിയാകുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. പഞ്ചായത്തിലെ 11ഓളം സ്ഥലങ്ങളിലാണ് കനോലി കനാലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ പഞ്ചായത്ത് സ്ലൂയിസുകൾ നിർമ്മിച്ചിട്ടുള്ളത്. പനന്തറ പാലത്തിന് തെക്ക് മന്നലാങ്കുന്ന് പാലം വരെയും പാലത്തിന് വടക്ക് അണ്ടത്തോട് പൂഴിക്കുന്ന് വരെയുമാണ് സ്ലൂയിസുകൾ നിർമ്മിച്ചിട്ടുള്ളത്. 700 മീറ്റർ ദൂരം തോട്ടിൽ നിന്ന് ചെളികോരലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 2019 AD ധനീബ് പ്രസിഡന്റായിരിക്കുമ്പോൾ അനുമതിയായ പദ്ധതിയാണ് 5ാം വർഷത്തിൽ പൂർത്തിയാകുന്നത്. നാഷണൽ അർബൻ മിഷൻ പദ്ധതി പ്രകാരം 1,07 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കനോലി കനാലിന്റെ ഓരങ്ങളിൽ സ്ലൂയിസുകൾ ഉണ്ടായിരുന്നെങ്കിലും കാലപ്പഴക്കത്താൽ ജീർണിച്ച അവസ്ഥയിലായിരുന്നു. സ്ലൂയിസിൽ ഘടിപ്പിക്കുന്ന വലിയ മരപ്പലകകൾ മോഷണം പോയതോടെയാണ് കനാലിൽ നിന്നും ഉപ്പുവെള്ളം കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലേക്ക് കയറി തുടങ്ങിയത്. വേലിയേറ്റ സമയത്ത് തോടുകളിലൂടെ വെള്ളം കയറിയപ്പോൾ പാടത്തും ജലസ്രോതസ്സുകളിലും ഉപ്പു കലർന്നു. ഇരുവശത്തും 7 മീറ്റർ നീളത്തിൽ ഭിത്തി കെട്ടിയാണ് ചെറിയ സ്ലൂയിസുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഉൾഭാഗത്ത് 2 മീറ്റർ വീതിയുണ്ട്. ആവശ്യാനുസരണം ഉയർത്താൻ കഴിയുന്നതും ഉപ്പുവെള്ളത്തിലും കേടുവരാത്തതുമായ ഫൈബർ ഷട്ടറാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. തോടിന്റെ ആഴം കൂട്ടുന്നതിനോടൊപ്പം ഇരുകരകളിലും വരമ്പില്ലാത്ത സ്ഥലങ്ങളിൽ തോട്ടിൽ നിന്ന് ചളിയും മണ്ണും കോരി 2 മീറ്റർ വീതിയിൽ വരമ്പ് നിർമ്മിക്കുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. പഞ്ചായത്ത് അതിർത്തിയായ മന്നലാങ്കുന്ന് പാലം മുതൽ തങ്ങൾപ്പടി വരെ 3 കിലോമീറ്റർ ദൂരമാണ് പ്രവൃത്തി നടക്കുന്നത്. പലയിടത്തും തോടും സമീപത്തെ പാടവും ചേർന്നു കിടക്കുന്നതിനാൽ തോട്ടിലെ ഉപ്പുവെള്ളം പാടശേഖരങ്ങളിലേക്കും പറമ്പുകളിലേക്കും കയറുന്ന അവസ്ഥയായിരുന്നു. ഇതുമൂലം കനോലി കനാലിന്റെ സമീപത്തെ പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കാറില്ല. പ്രദേശത്തെ കിണറുകളിൽ ഉപ്പുവെള്ളം കലരുന്നതും പ്രശ്നമായിരുന്നു. തോട്ടിലെ വെള്ളം കരയിലേക്ക് കയറുന്നത് തടയുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകും. കർഷകർക്ക് ആശങ്കയില്ലാതെ കൃഷിയിറക്കാനും കുടിവെള്ളത്തിൽ ഉപ്പു കലരുന്നതിനും അവസാനമാകുമെന്ന ആശ്വാസത്തിലാണ് പ്രദേശത്തുകാർ. CCTV ന്യൂസ് പുന്നേർകുളം. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി കാറുകളും ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച 2:30 പാത്രമംഗലം റോഡിൽ വെച്ചായിരുന്നു അപകടം. എരുമപ്പെട്ടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാറും പറപ്പൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന XUV കാറും മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പുമാണ് കൂട്ടിയിടിച്ചത്. ആൾട്ടോ കാറിലുണ്ടായിരുന്ന എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ വർഗീസിന്റെ ഭാര്യ ജെല്ലി, മകൾ സ്നേഹ, ബന്ധു ജോസ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാർ ഓടിച്ചിരുന്ന മകൻ വിജിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ പന്നിത്തടം യൂത്ത് വോയ്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി ഭാഗത്തുനിന്ന് വന്നിരുന്ന ആൾട്ടോ കാർ മുന്നിൽ പോയിരുന്ന ജീപ്പിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ XUV കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് ആൾട്ടോ ജീപ്പിലും ഇടിച്ചു. മറ്റു വാഹനത്തിലുള്ളവർക്ക് പരിക്കില്ല. അപകടത്തിൽ 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വെള്ളറക്കാട് നെല്ലിക്കുന്ന് പ്രവർത്തിക്കുന്ന വില്ലേജ് അഗ്രോ ഫാമിന്റെ ഉടമ പറപ്പൂർ സ്വദേശി സിജോയും കുടുംബവുമാണ് XUV കാറിലുണ്ടായിരുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന കുടുംബമായിരുന്നു ജീപ്പിലുണ്ടായിരുന്നത്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ തൊട്ടാപ്പ് ആനന്ദവാടി മുതൽ വെളിച്ചെണ്ണപ്പടി വരെയുള്ള പല ഭാഗങ്ങളിലും പ്രധാന റോഡായ കോർണിഷ് റോഡിലേക്ക് തെങ്ങുകൾ ചാഞ്ഞു നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡായതുകൊണ്ട് തന്നെ അപകട സാധ്യതയും കൂടുതലാണ്. തെങ്ങുകളിൽ നിന്ന് നാളികേരവും മറ്റും വീണ് അപകടവും ഉണ്ടാകാറുണ്ട്. തെങ്ങ് കടപുഴകി വീഴുമെന്ന ഭീഷണിയുമുണ്ട്. തെങ്ങുകളുടെ വേരുകളെല്ലാം പുറത്തു വന്ന നിലയിലാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും സമീപത്തുള്ള ഒട്ടേറെ തെങ്ങുകൾ കടപുഴകി വീണിരുന്നു. അപകട ഭീഷണിയായി നിൽക്കുന്ന തെങ്ങുകൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കടപ്പുറം പഞ്ചായത്ത് അധികൃതർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലേക്ക് തെങ്ങുകൾ വീണാൽ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. തെങ്ങുകൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
മണത്തല KSEB ഓഫീസ് തിങ്കളാഴ്ച മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നു. വർഷങ്ങളായി മണത്തല പള്ളി ബിൽഡിംഗിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് എതിർവശത്തെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിക്കുന്നത്. നാളെ രാവിലെ 9 മണിക്ക് തൃശൂർ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ MA ഷാജു ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS കൃഷ്ണകുമാർ അധ്യക്ഷനാകും. ഗുരുവായൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ബിജി, അസിസ്റ്റന്റ് എഞ്ചിനീയർ II ജോയ് തുടങ്ങിയവർ സംബന്ധിക്കും. ഓഫീസ് ഉദ്ഘാടനത്തെ തുടർന്ന് നാളെ ഉച്ചവരെ ക്യാഷ് കൗണ്ടർ പ്രവർത്തിക്കുന്നല്ലെന്ന് അധികൃതർ അറിയിച്ചു. ചിറമനേങ്ങാട് തിപ്പിലിച്ചേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് കുന്നംകുളം MLA AC മൊയ്തീൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് ഭാരതീയ ജനതാ പാർട്ടി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗത്തിന് 45-ാം ബൂത്ത് പ്രസിഡന്റ് സുധീഷ് പള്ളിക്കുളം, മേഖലാ ജനറൽ സെക്രട്ടറി MS നികേഷ്, എരുമപ്പെട്ടി മണ്ഡലം സെക്രട്ടറി മഹേഷ് തിപ്പിലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് നേടിയ കഥകളി ആചാര്യൻ ബാലസുബ്രഹ്മണ്യന് ജന്മനാടായ കോതച്ചിറയിൽ ആദരവ് നൽകി. കോതച്ചിറ അരുണോദയം വായനശാലയുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത്. ശനിയാഴ്ച വൈകിട്ട് കോതച്ചിറ വിഷ്ണു ക്ഷേത്ര പരിസരത്തു നിന്നും പഞ്ചവാദ്യത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായാണ് ബാലസുബ്രഹ്മണ്യനെ വേദിയിലേക്ക് ആനയിച്ചത്. തുടർന്ന് കലാമണ്ഡലം കുട്ടിനാരായണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള നന്മകളും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് അത് പ്രചോദനം നൽകുന്നുണ്ട്. കലാപരമായിട്ടും സാമൂഹികമായിട്ടും നമുക്ക് മുന്നേറാൻ കഴിയും. സാമൂഹികമായി പിന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര കണ്ട് കലാപരമായി മുന്നേറിയിട്ടും കാര്യമില്ല. അതുപോലെ നമ്മുടെ നാടിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന കലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ട്. ആ അഭിമാനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് കഴിയുന്നത്, പുറകോട്ടല്ല. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. കാരണം അസമത്വങ്ങൾ നമ്മുടെ രാജ്യത്ത് പെരുകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഈ അടുത്ത കാലത്ത് പുറത്തു വന്നത്. അസമത്വങ്ങൾ പെരുകുന്നതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട്. സന്തോഷമില്ലാത്ത നാടായിട്ട് നമ്മുടെ നാട് മാറി ഈ കല കൊണ്ട് വലിയ ഗുണമുണ്ട്. കോതച്ചിറ ഗ്രാമത്തിന് എന്നും അഭിമാനിക്കാവുന്ന 2 മഹാകലാപ്രതിഭകളാണ് കലാമണ്ഡലം ഗോപി ആശാനും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാനുമെന്ന് മന്ത്രി പറഞ്ഞു. അസമത്വത്തിന്റെ പിടി രാജ്യത്ത് പെരുകിവരികയാണ്. ലോകരാജ്യങ്ങളുടെ കണക്കിൽ സന്തോഷത്തിന്റെ സ്ഥാനത്ത് ഇന്ത്യ വളരെ പിന്നിലാണ്. ഇങ്ങനെ പോയാൽ സ്വാതന്ത്ര്യത്തിനു മുൻപുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തേക്ക് രാജ്യമെത്തും എന്ന അവസ്ഥയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. തുടർന്ന് ബാലസുബ്രഹ്മണ്യത്തെ ഉപഹാരം നൽകിയും പൊന്നാടയണിയിച്ചും മന്ത്രി ആദരിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം ഗോപിയാശാൻ അനുഗ്രഹ പ്രഭാഷണവും കലാസ്വാദകനും മാധ്യമപ്രവർത്തകനും കഥകളി നിരൂപകനുമായ ശ്രീവത്സൻ തീയാടി മുഖ്യപ്രഭാഷണവും നടത്തി. വാർഡ് മെമ്പർ പ്രിയ സുരേഷ്, അരുണോദയം വായനശാല പ്രസിഡന്റ് PK മനോജ്, സെക്രട്ടറി അഡ്വക്കേറ്റ് M വിദ്യാധരൻ, ജോയിന്റ് സെക്രട്ടറി സജീവൻ എന്നിവർ സംസാരിച്ചു. ആദരവ് ഏറ്റുവാങ്ങിയ ബാലസുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് അദ്ദേഹത്തിന്റെ രാഗഭാവ സമന്വയവും മൂഴിക്കുളം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ സംഗീത കച്ചേരിയും അരങ്ങേറി. CCTV ന്യൂസ് പെരുമ്പിലാവ്. സിറിയക് ഏലിയാസ് അസോസിയേഷൻ ഫോർ ഡെവലപ്മെന്റ് സംഘടന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഗുഡ് ഷെപ്പേർഡ് ആശ്രമം എക്യൂമെനിക്കൽ ഹാളിൽ നടന്ന പരിപാടി നടനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ അധ്യക്ഷത വഹിച്ചു. സീഡ് സംഘടനാ മെമ്പർമാരുടെ കുട്ടികളുടെയും സീഡ് എഡ്യൂക്കേഷൻ കുട്ടികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബാലസൗഹൃദ കലാ പഠന ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മദർ C വിമൽ ജോസ്, ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ എന്നിവർ സർട്ടിഫിക്കറ്റും ട്രോഫിയും വിതരണം ചെയ്തു. ക്യാമ്പ് ഡയറക്ടർമാരായ സായൂജ് ചുങ്കത്ത്, സംഗീത സണ്ണി, അബിൻ അഭിനയ എന്നിവർ സംസാരിച്ചു. നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അപ്പുറത്ത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കാൻ, മറ്റുള്ള ലോകത്തിനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കൂടി ജീവിക്കാൻ നമുക്കാവുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നുള്ളൂ, മറ്റത് മൃഗങ്ങളെ ആവുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വടക്കാഞ്ചേരി പഴയന്നൂർ ബ്ലോക്കുകളിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും കലാമേളയ്ക്ക് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അരങ്ങുണർന്നു. അരങ്ങ് 2024 ബ്ലോക്ക് ക്ലസ്റ്റർ മത്സരങ്ങൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് നടക്കുന്നത്. 12 ഗ്രാമപഞ്ചായത്തിലെയും വടക്കാഞ്ചേരി നഗരസഭയിലെയും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും
ഓക്സിലറി അംഗങ്ങളും പങ്കെടുക്കുന്ന കലാമേളയ്ക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് CDS ആണ് ആതിഥേയം വഹിക്കുന്നത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല HOD ഡോക്ടർ സംഗീത പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സിജുകുമാർ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, എരുമപ്പെട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, ജില്ലാ പ്രോഗ്രാം മാനേജർ PR വൃന്ദ തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ദിനത്തിൽ നാടോടി നൃത്തം, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചുപ്പുടി, കേരള നടനം, ലളിതഗാനം, കവിതാപാരായണം, കഥാപ്രസംഗം, മാപ്പിളപ്പാട്ട്, സംഘഗാനം, ചിത്രരചന, ജലച്ചായം, കവിതാരചന, കഥാരചന, കാർട്ടൂൺ, കൊളാഷ്, പ്രസംഗം എന്നീ മത്സരങ്ങളാണ് നടന്നത്. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്ന പരുവക്കുന്ന് സ്വദേശി പണിക്കെ വീട്ടിൽ അൻവറിനായി ആൽത്തറ മഹല്ല് പള്ളിയിൽ നിന്നും സമാഹരിച്ച തുക കൈമാറി. മഹല്ല് പ്രസിഡന്റ് സദറുദ്ദീൻ കോയത്തങ്ങളിൽ നിന്നും സാന്ത്വനം പാലിയേറ്റീവ് സെക്രട്ടറി രാകേഷ് P. രാഘവൻ തുക ഏറ്റുവാങ്ങി. മഹല്ല് കമ്മിറ്റി സെക്രട്ടറി TA അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സാന്ത്വനം വൈസ് പ്രസിഡന്റ് MA കമറുദ്ദീൻ, ട്രഷറർ മോഡേൺ ബഷീർ, മഹല്ല് കമ്മിറ്റി ട്രഷറർ TK മൊയ്തീൻ ബാബ, PK സലീം മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശസ്ത്രക്രിയയ്ക്കായി സഹോദരൻ സുബൈറാണ് കിഡ്നി നൽകുന്നത്. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ 67ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. KVVS ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും CMA പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. CMA ജനറൽ സെക്രട്ടറി ജോർജ് തോമസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KK സേതുമാധവൻ കണക്കും അവതരിപ്പിച്ചു. മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കൂട്ടൂർ വരണാധികാരിയായിരുന്നു. SSLC+2-ൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടത്ത് മൊമെന്റോ സമ്മാനിച്ചു. വൈസ് പ്രസിഡന്റുമാരായ CT തമ്പി, KN സുധീർ, KK നടരാജൻ, സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KV അബ്ദുൽ ഹമീദ് പ്രസിഡന്റ്, ജോജി തോമസ് സെക്രട്ടറി, സേതുമാധവൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 252ാമത് സഭാദിനം കല്ലംപുറം സെന്റ് ജോർജ് ദേവാലയത്തിൽ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാട് കുർബാന അർപ്പിച്ചു. തുടർന്ന് കൊടി ഉയർത്തി. ആഘോഷങ്ങൾക്ക് ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, കമ്മിറ്റി അംഗങ്ങൾ, കൌൺസിൽ അംഗങ്ങൾ, മീഡിയ കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 252ാമത് സഭാദിനം തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ ആഘോഷിച്ചു. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് സഭാദിന പ്രതിജ്ഞ ചൊല്ലി പതാക ഉയർത്തി. ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ സന്നിഹിതനായിരുന്നു. ഇടവക സെക്രട്ടറി വിവേക് വടക്കൻ അടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള സ്കൂൾ ക്ലീനിംഗ് ഡേ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ തിരുവത്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KU ജാബിർ, KM ബിനോഫ്, KS റൂസിഖാൻ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘം 17ാം വാർഷിക ജനറൽ ബോഡി യോഗം ചാവക്കാട് SHO A. പ്രതാപ് ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാരുടെ മക്കളായ SSLC+2 വിജയികൾക്കുള്ള പുരസ്കാരവും SHO വിതരണം ചെയ്തു. യോഗത്തിൽ ഓട്ടോ ഡ്രൈവേഴ്സ് സഹായ സംഘം പ്രസിഡന്റ് MS ശിവദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AK അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ VK ഷാജഹാൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് KK വേണു, KS ബിജു, M ബഷീർ, KK അലിക്കുഞ്ഞ്, KR രമേശ്, ഷാജി നരിയംപുള്ളി, KA സതീശൻ, KR സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി MS ശിവദാസ് പ്രസിഡന്റ്, KK വേണു, KS ബിജു വൈസ് പ്രസിഡന്റുമാർ, AK അലി സെക്രട്ടറി, KG ഉണ്ണികൃഷ്ണൻ, N ബാബു ജോയിന്റ് സെക്രട്ടറിമാർ, VK ഷാജഹാൻ ട്രഷറർ, KR രമേശ് ഓഡിറ്റർ തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു. വേലൂർ അർണോസ് കലാകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ അർണോസ് പാദ്രി വസതിയിൽ കുട്ടികളെ എഴുത്തിനിരുത്തി. കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ലിസ്യു ആശ്രമം ഡയറക്ടർ ഫാദർ പ്രസാദ് കുരിശിങ്കൽ, വിൻസെന്റ് പാടൂർ ചാലക്കൽ, യേശുദാസ് PP, ലീന ആന്റണി, ജിൻഡോ TV, ആൻഡോ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പോർട്ടിവോ പെരുമ്പിലാവും മലർവാടി ടീം ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ FC പന്തല്ലൂർ ജേതാക്കളായി.
സേനോ ടു ഡ്രഗ്സ് എന്ന തലക്കെട്ടിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റിൽ ഫൈനൽ മത്സരത്തിൽ ടൈഗേഴ്സ് ചീനിത്തുറയെയാണ് 2 ഗോളുകൾക്ക് FC പന്തല്ലൂർ പരാജയപ്പെടുത്തിയത്. സിൻസിയർ വിന്നേഴ്സ് ട്രോഫിക്കും ഷവർമാക്സ് റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം നടത്തിയത്. വിജയികളായ ടീമുകൾക്ക് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഷാജു മുഹമ്മദ് ഉണ്ണി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മലർവാടി ഏരിയ കോർഡിനേറ്റർ അബ്ദുൾ ഫത്താഹ് അധ്യക്ഷനായി. ടീൻ ഇന്ത്യ രക്ഷാധികാരി പി മുനീർ മാസ്റ്റർ സംസാരിച്ചു. തനിമ പെരുമ്പിലാവ് ചാപ്റ്റർ പ്രസിഡന്റ് PA ഷഹീദ്, സാമൂഹ്യ പ്രവർത്തകരായ MN സലാഹുദ്ദീൻ, ഷബീർ അഹ്സൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 4.5 പതിറ്റാണ്ടായി തുടർച്ചയായി റേഷൻ കട നടത്തുകയാണ് ചാലിശ്ശേരി KV രാജൻ. പട്ടാമ്പി താലൂക്കിൽ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി ഒരാൾ തന്നെ റേഷൻ കട നടത്തുന്നുവെന്ന അപൂർവതയും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. 18-ാം വയസ്സിൽ മെയിൻ റോഡ് ശങ്കരൻ നമ്പ്യാരുടെ റേഷൻ കടയിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച പൊതുവിതരണ രീതികൾ പഠിച്ചത്. 20-ാമത്തെ വയസ്സിൽ ചാലിശ്ശേരി ടൗൺ ഹൈസ്കൂളിന് സമീപമുള്ള 122-ാം നമ്പർ റേഷൻ കടയിലെത്തി. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി റേഷൻ കടയിലേക്ക് പ്രായവ്യത്യാസം കൂടാതെ എത്തുന്നവരുമായി സ്നേഹത്തോടെയുള്ള ഇടപഴകലും ഓരോ കാർഡുടമകൾക്കും ഭക്ഷ്യഭക്ഷ്യേതര വസ്തുക്കൾ വിതരണത്തിലുള്ള കൃത്യതയും പൊതുവിതരണ രംഗത്ത് രാജനെ വിശ്വസ്തനാക്കി. കോവിഡ് കാലത്തും മുഴുവൻ സമയത്തും പൊതുവിതരണ രംഗത്ത് സജീവമായി. 64 വയസ്സ് പിന്നിടുമ്പോഴും ജന്മം കൊണ്ട് നാട്ടുകാരനല്ലെങ്കിലും കർമ്മം കൊണ്ട് ചാലിശ്ശേരി ഗ്രാമത്തിലെ ഒരാളായി ഇതിനകം രാജൻ മാറിക്കഴിഞ്ഞു. ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിലെയും 3-4 തലമുറകളുമായും ഓട്ടോ ടാക്സി, ചുമട്ടുതൊഴിലാളികൾ എന്നിവരുമായുള്ള ഏറെ സ്നേഹബന്ധവും സൗഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഇദ്ദേഹം നാട്ടുകാരുടെ സ്വന്തം രാജേട്ടനായി. ശാരീരിക വിഷമതകൾ ഉണ്ടെങ്കിലും ഒരു ദിവസം പോലും ചാലിശ്ശേരിയിൽ എത്തിയില്ലെങ്കിൽ ഏറെ പ്രയാസമാണെന്നും അതിനാൽ ഇനിയും ഏറെ നാൾ സ്ഥാപനവുമായി മുന്നോട്ടു പോകണമെന്നാണ് ആഗ്രഹമെന്നും രാജൻ പറയുന്നു. വളരെ കാലമായിട്ട് നിൽക്കുന്നതിലും ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കാരണം കൊണ്ട് നമുക്കതുകൊണ്ട് ഉപേക്ഷിക്കാൻ, അതായത് ഒഴിവായി പോകാൻ, ഇതിന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. അതാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ മക്കളൊക്കെ പറയേണ്ടത് ഇത്രയും കാലം ചെയ്തില്ലേ, വയ്യാതെ പിന്നെ അസുഖങ്ങൾ ഒരുപാടുണ്ട്, വയ്യാതെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ മക്കൾ പറയേണ്ട അച്ഛൻ പോകണ്ട, എല്ലാവരും ഇങ്ങനെ ഇതാക്കിക്കൊണ്ടുള്ള അങ്ങനെ ഒരു വിട്ട് പിരിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഒരു ഞായറാഴ്ച ദിവസമൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ എനിക്കതൊരു വിഷമം പോലെയാണ് തോന്നുന്നത്. തിങ്കളാഴ്ച നേരം വിളിച്ചാകുമ്പോഴേക്കും തോന്നുന്നു ഇവിടെ വന്ന ആൾക്കാരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി തോന്നുക. അതാണ് ഏറ്റവും കൂടുതൽ കിട്ടുക. അതിനൊക്കെ പോട്ടെ കുറച്ചുകൂടി. രാജേട്ടന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്ന് ഗ്രാമത്തിലെ വൈദികനായ ഫാദർ ജോബ് ചാലിശ്ശേരി പറഞ്ഞു. പൊതുവിതരണ കേന്ദ്രത്തിൻ്റെ ഉടമയായിട്ട് പ്രവർത്തിച്ചു പോരുന്ന ശ്രീമാൻ രാജേട്ടൻ എൻ്റെ ചെറുപ്പം മുതൽ എനിക്കറിയാം. വളരെയധികം സൗമ്യതയോടുകൂടി ജനങ്ങളുമായി ഇടപഴകുന്ന രാജേട്ടന് എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അർപ്പിക്കുന്നു. കോതച്ചിറ പാലക്കൽ വീട്ടിൽ കൊല്ലത്ത് വളപ്പിൽ കേശവൻ നമ്പ്യാർ, കമലു അപ്പിശി ദമ്പതികളുടെ 4 മക്കളിൽ മൂത്തയാളാണ് രാജൻ. ഉഷ ഭാര്യയാണ്. ശ്രീകാന്ത്, ശ്രുതി, ശ്രീരാജ് എന്നിവർ മക്കളും അമൃത, സുധീഷ് എന്നിവർ മരുമക്കളുമാണ്. ഭാരത് ആർമി ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ പയ്യൂർക്കാവ് ഗ്രാമത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കുന്നംകുളം റേഞ്ചിലെത്തി ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഭാരത് ആർമി ഫാൻസിന്റെ കോർഡിനേറ്റർ വിജയൻ പുളിയാച്ചേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 1 മുതൽ 7 വരെയുള്ള പയ്യൂർക്കാവ് ഗ്രാമവാസികളായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. ഭാരത് ആർമി ഫാൻസ് പ്രസിഡന്റ് സുരേഷ് കൃഷ്ണ, K രാജേഷ്, വനിതാ വിംഗ് കോർഡിനേറ്റർ ബേബി ഉഷ പാലക്കൽ, മറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. രണ്ട് ദിവസങ്ങളിലായി വിസ്ഡം സ്റ്റുഡന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ബ്ലിസ് സമ്മർ ഹട്ട് ക്യാമ്പ് സമാപിച്ചു. ആൽത്തറ ടൗൺ മസ്ജിദ് ഖുറാൻ സ്റ്റഡി സെന്ററിൽ വെച്ചാണ് ബ്ലിസ് ക്യാമ്പ് നടത്തിയത്. കരിയർ ഗൈഡൻസ്, ഹദീസ് പഠനം, പ്രാക്ടിക്കൽ സെക്ഷൻ, ഖുറാൻ പഠനം, പ്രാർത്ഥനാ പഠനം, ഡോക്യുമെന്ററി പ്രദർശനം, പ്രശ്നോത്തരികൾ, ഹെൽത്തി ഗെയിംസ്, അനുഭവ പഠനം, സംശയ നിവാരണം എന്നിവയാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയത്. പ്രഗത്ഭർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളെടുത്തു. ക്ലാസുകൾക്കിടയിൽ നടത്തിയ ചോദ്യോത്തര മത്സരങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് സമ്മാനങ്ങളും നൽകി. നാസൽ, അദ്നാൻ, അസീം, അഫ്ലഹ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ജൂൺ 19 മുതൽ 22 വരെ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് പേരും ലോഗോയും ക്ഷണിക്കുന്നു. മെയ് 30 മുൻപായി ഇന്റർപോളി 2024@gmail.com എന്ന ഇമെയിലിലേക്കോ 81 39 81 77 97 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ ലോഗോ അയക്കാവുന്നതാണ്. പോർക്കളങ്ങാട് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വിദ്യാരാജ ഗോപാല മന്ത്രാർച്ചന നടത്തി. ക്ഷേത്രം തന്ത്രി ശ്രാവണമഠം ചന്ദ്രബോസ് തന്ത്രി, ക്ഷേത്ര മേൽശാന്തി ബിബീഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് നാരായണൻ കിഴക്കൂട്ട്, വൈസ് പ്രസിഡന്റ് സുരേഷ് വെള്ളക്കട, ജോയിന്റ് സെക്രട്ടറി ബാലൻ മേക്കാട്ടിൽ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് ഈസ്റ്റ് മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് MRRM സ്കൂൾ ശുചീകരിച്ചു. വാർഡ് കൌൺസിലർ ME പ്രമീള ഉദ്ഘാടനം ചെയ്തു. കൺവീനർ KC സുനിൽ, CITU ഏരിയ പ്രസിഡന്റ് TS ദാസൻ, ലോക്കൽ സെക്രട്ടറി PS അശോകൻ, കൌൺസിലർ മഞ്ജു സുഷി എന്നിവർ നേതൃത്വം നൽകി. ചുമട്ടുതൊഴിലാളികൾ, അംഗൻവാടി ജീവനക്കാർ, ഈവൻ യൂണിയൻ, സഹകരണ ബാങ്ക് തൊഴിലാളികൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. പെരുമ്പടപ്പ് വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ സ്കൂളിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി. മാലിന്യമുക്ത മഴക്കാലം പദ്ധതിയുടെ ഭാഗമാണ് ശുചീകരണം നടത്തിയത്. സ്കൂൾ പരിസരവും ക്ലാസ് മുറികളും വൃത്തിയാക്കി. വന്നേരിയിലെ സ്നേഹാരാമം പരിസരവും ശുചീകരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ഷെരീഫ് തളികശ്ശേരി, പ്രിൻസിപ്പൽ KS സന്ധ്യ, ഫർസാന ടീച്ചർ, NSS പ്രോഗ്രാം ഓഫീസർ M അൻവർ റഷീദ്, NSS ലീഡർമാരായ മാളവിക, മുബാറക് എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ ചാവക്കാട് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി പുന്ന LP സ്കൂൾ ശുചീകരിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KS വിഷ്ണു, മേഖലാ സെക്രട്ടറി മുഹമ്മദ് റിനൂസ്, മേഖലാ ട്രഷറർ PV നഹാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. SSLC +2 CBSE പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി. വിശദാംശങ്ങളിലേക്ക്. ചെമ്മണ്ണൂർ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ പഠനോപകരണ വിതരണവും ആദരസദസ്സും കുന്നംകുളം നഗരസഭ വാർഡ് കൗൺസിലർ ബിനു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ OA രവീന്ദ്രൻ അധ്യക്ഷനായി. സുരേന്ദ്രൻ വമ്പുള്ളി മുഖ്യപ്രഭാഷണം നടത്തി. നേപ്പാളിൽ നടക്കുന്ന അന്താരാഷ്ട്ര 7A സൈഡ് ഫുട്ബോൾ ഇന്ത്യൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നക്ഷത്ര PS-നെ ആദരിച്ചു. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശ്യാം സുന്ദർ ഭക്തിഗാനം ആലപിച്ചു. 500ഓളം കുട്ടികൾക്കാണ് സൗജന്യമായി പഠനോപകരണങ്ങൾ നൽകിയത്. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. റിട്ടയേർഡ് ISRO ഉദ്യോഗസ്ഥൻ PC വിജയൻ, രാഷ്ട്രസേവിക സമിതി ജില്ലാ ബൗദ്ധിക് പ്രമുഖ് ഹൃദ്യ രഘു എന്നിവർ സംസാരിച്ചു. ചെമ്മണ്ണൂർ സേവാഭാരതി പ്രസിഡന്റ് SS രാജൻ സ്വാഗതവും സേവാഭാരതി പ്രവർത്തകൻ റനീഷ് പള്ളിക്കര നന്ദിയും പറഞ്ഞു. ചടങ്ങിന് സുകുമാരൻ മുണ്ടത്തറ, സത്യൻ പൂക്കോട്ടിൽ, നാരായണൻ നായർ, PV വിബീഷ്, രമേശ് മുണ്ടത്തറ, ഷാജി KV, ധനീഷ് VS തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയിലെ 1-ാം വാർഡ് മുതുമ്മൽ, 37-ാം വാർഡ് വടുതല എന്നിവിടങ്ങളിലെ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വട്ടമ്പാടം റോസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആദരചടങ്ങ് കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 52 വിദ്യാർത്ഥികളെയും +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 26 വിദ്യാർത്ഥികളെയുമാണ് ഉപഹാരം നൽകി ആദരിച്ചത്. വാർഡ് കൗൺസിലർമാരായ AA സുജീഷ്, ഷക്കീന മിൽസ, വാർഡ് വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോർക്കളങ്ങാട് ചൈതന്യം പൂരാഘോഷ കമ്മിറ്റി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ വീട്ടിലെത്തി അനുമോദിച്ചു. യൂത്ത് വിംഗ് മെമ്പർമാരായ അക്ഷയ്, നവനീത്, വിഘ്നേഷ്, അമർനാഥ്, അഭിജിത്ത്, അനുരഞ്ജ്, മനു ആദി എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ പേരകം ശ്രീകൃഷ്ണ മഹാദേവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ SSLC +2 ഡിഗ്രി തലങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച 11 വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. മേഖലയിലെ 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് മെമ്പർ രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് ബാബു കളത്തിൽ അധ്യക്ഷനായി. ബേബി കരിപ്പോട്ട്, KR ചന്ദ്രൻ, PK മനോഹരൻ, ബാലസുബ്രഹ്മണ്യൻ തെക്കേപ്പുരക്കൽ, വിനോദ് P മേനോൻ, സുഗതൻ ചാണാശ്ശേരി, ഭാസ്കരൻ കളത്തുപുറത്ത്, സഹദേവൻ തറയിൽ, പ്രദീപ് താഴ്ശ്ശേരി എന്നിവർ സംസാരിച്ചു. BJP അഗതിയൂർ 9-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ നിമിഷ വിഗീഷ് അധ്യക്ഷത വഹിച്ചു. BJP മധ്യമേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഗീഷ് എന്നിവർ സംസാരിച്ചു. കർഷക മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് കുമാർ, ശ്രീജിത്ത്, ജയപ്രകാശൻ, രതീഷ് മനയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന മികവ് 2024 അനുമോദന സദസ്സ് ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് MC ഹാഷി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VS ശിവാസ് അധ്യക്ഷനായി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ള ഉപഹാരം സ്കൂൾ പ്രധാനാധ്യാപിക TS ദേവിക ഏറ്റുവാങ്ങി. 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവരെ ആദരിച്ചു. പഠന കിറ്റ് വിതരണവും നടത്തി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു, PV രജീഷ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR വിജയമ്മ, TM കുഞ്ഞുകുട്ടൻ, KC കുഞ്ഞൻ, P മോഹനൻ, PB സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് ചിറ്റണ്ട 9ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് വിരമിച്ച പ്രധാനാധ്യാപകൻ AA അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. സതീഷ് ഇടമന അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, ഇൻകാസ് സെക്രട്ടറി ചന്ദ്രപ്രകാശ് ഇടമന, ഗോപിനാഥ് ഇടമന, ഫ്രിജോ വടക്കൂട്ട്, സുന്ദരൻ ചിറ്റണ്ട, ജോഷിയാസ് ചിറ്റണ്ട തുടങ്ങിയവർ സംസാരിച്ചു. CPM എയ്യാൽ ചിറ്റിലങ്ങാട് സൗത്ത് ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം 2024 എന്ന പേരിൽ ബ്രാഞ്ച് ഓഫീസിൽ നടന്ന അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ MK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ സംഘം സെക്രട്ടറി PA ഉണ്ണികൃഷ്ണൻ, ബാലസംഘം രക്ഷാധികാരി KN എയ്യാൽ, ബ്രാഞ്ച് അംഗം സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. പരിപാടികൾക്ക് DYFI SFI പ്രവർത്തകർ നേതൃത്വം നൽകി. തുടർന്ന് മധുര വിതരണവും ഉണ്ടായിരുന്നു. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തിലേക്ക് HST സോഷ്യൽ സയൻസ്, HST ഹിന്ദി, HST മലയാളം എന്നീ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളടക്കം 30-ാം തീയതിക്ക് രാവിലെ 10:30 കൂടിക്കാഴ്ചയ്ക്കായി സ്കൂളിൽ ഹാജരാകേണ്ടതാണെന്ന് പ്രധാനാധ്യാപിക സുമംഗല ടീച്ചർ അറിയിച്ചു. അഞ്ഞൂർ പൂങ്ങാട്ടുമനയിൽ കഴിഞ്ഞ 12 വർഷമായി പ്രവർത്തിച്ചുവരുന്ന സരസ്വതി കലാകേന്ദ്രത്തിൽ നിഖിൽ പാവർട്ടിയുടെ കീഴിൽ ചെണ്ട അഭ്യസിക്കുന്ന 12 കുട്ടികളുടെ പഞ്ചാരി മേളം അരങ്ങേറ്റം നടന്നു. അഞ്ഞൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷമാണ് പഞ്ചാരി മേളം അരങ്ങേറിയത്. പ്രശസ്തവാദി കലാകാരനും ഗുരുനാഥനുമായ ഇരിങ്ങപ്പുറം ബാബു, സരസ്വതി കലാകേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. ചരമം. വേലൂർ തലക്കോട്ടുകര പ്രഭാത് നഗറിൽ മമ്പറമ്പിൽ വീട്ടിൽ ശ്രീധരൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ലീല ഭാര്യയാണ്. സുധീഷ് കുമാർ, സിനി, നിധിൻ എന്നിവർ മക്കളാണ്. ചാലിശ്ശേരി പഴയ വില്ലേജ് ഓഫീസിന് സമീപം മഠത്തിൽ കൃഷ്ണഭവനിൽ ചന്ദ്രശേഖരൻ നമ്പ്യാർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. രത്ന ഭാര്യയാണ്. സുധ മകളാണ്. പോർക്കുളം കണ്ടത്തുവളപ്പിൽ അബുമകൻ ജമാൽ നിര്യാതനായി. 52 വയസ്സായിരുന്നു. സജന ഭാര്യയാണ്. ഷിബിൽ, ലിഷാന എന്നിവർ മക്കളാണ്. ഖബറടക്കം പോർക്കുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ചെമ്മണ്ണൂർ വാണിയാൾ റോഡിൽ താമസിക്കുന്ന ഉമ്മുങ്ങൽ പരേതനായ ഗംഗാധരൻ മകൻ സുധീർ നിര്യാതനായി. 55 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം മുനിസിപ്പൽ ക്രിമിറ്റോറിയത്തിൽ നടത്തി. മുൻ കുന്നംകുളം മുനിസിപ്പൽ കൌൺസിലർ ബീന ഭാര്യയാണ്. അഖിലേഷ്, അർച്ചന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഗൃഹനാഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാട്ടുകുളം സ്വദേശി പുളിയത്ത് വീട്ടിൽ ഗോപാലകൃഷ്ണൻ, പൊങ്ങണംകാട് സ്വദേശി കൈപ്പുള്ളി വീട്ടിൽ ജയൻ എന്നിവരാണ് അറസ്റ്റിലായത്. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികൾ ശോചനീയാവസ്ഥയിലാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ സമരം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ. LDF ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷം പഞ്ചായത്തിൽ 30 അങ്കണവാടികൾക്ക് സ്ഥലവും കെട്ടിടവും ഉണ്ടായെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. പുനേർകുളം പഞ്ചായത്തിലെ 11ഓളം സ്ലൂയിസുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൃഷിയിടങ്ങളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കയറുന്നതിന് അറുതിയാകുമെന്ന ആശ്വാസത്തിൽ നാട്ടുകാർ. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാറുകളും ജീപ്പും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ഞായറാഴ്ച 2:30 പാത്രമംഗലം റോഡിലായിരുന്നു അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.